വെൽക്കം ടു സയൻസ് മലയാളം ചാനൽ. നിങ്ങൾ ഒരു കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് കരുതുക. നിങ്ങളുടെ കയ്യിൽ ഒരു ബാർകാന്തമുണ്ടെങ്കിൽ അതുപയോഗിച്ച് ദിശ കണ്ടെത്താം. സ്വതന്ത്രമായി കെട്ടിത്തൂക്കുന്ന ഒരു ബാർ മാഗ്നറ്റ് തെക്കുവടക്കു ദിശയിൽ മാത്രം നിൽക്കുന്നതാണ് ഇതിനു കാരണം. ഇക്കാര്യം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ തത്വം ഉപയോഗപ്പെടുത്തി ദിശയറിയാനായി മനുഷ്യൻ നിർമ്മിച്ച ഒരു ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം അഥവാ കോമ്പസ്. വൃത്താകൃതിയിലുള്ള ഒരു പാത്രം, അതിന് ഒരു ചില്ലടപ്പ്, അതിനകത്ത് സ്വതന്ത്രമായി കറങ്ങാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിച്ച ഒരു കാന്തസൂചി, ഇത്രയും ചേർന്ന സംവിധാനമാണ് വടക്കു നോക്കി യന്ത്രം. ഇതിൻ്റെ സൂചിയുടെ ഒരഗ്രം ചുവപ്പ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത് കാണുന്നില്ലേ? എത്ര കറക്കി വിട്ടാലും ഈ അഗ്രഭാഗം അവസാനം എപ്പോഴും വടക്കോട്ട് തന്നെ തിരിഞ്ഞു നിൽക്കും. അങ്ങനെ നമുക്ക് ദിശയറിയാം. പണ്ട് കടലിൽ പോകുന്ന നാവികന്മാർ ദിശയറിയാൻ ഈ സംവിധാനമാണ് ഉപയോഗിച്ചിരുന്നത്. കോമ്പസ് സൂചി എന്തുകൊണ്ട് വടക്കോട്ട് ചൂണ്ടുന്നു അതറിയാൻ നമുക്ക് ഇതിനടുത്തേക്ക് ഒരു ബാർ കാന്തം കൊണ്ടുവരാം. കാന്തത്തിൽ ഈ വെളുത്ത പുള്ളി അടയാളപ്പെടുത്തിയ ഭാഗം അതിൻ്റെ നോർത്തും മറ്റേ ഭാഗം സൗത്തുമാണെന്ന് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് കാന്തത്തിൻ്റെ നോർത്ത് പോളിനെ കോമ്പസ് സൂചിയുടെ ചുവപ്പ് പെയിൻറ് ചെയ്ത അറ്റത്തേക്ക് കൊണ്ടുവരാം. നോക്കൂ, ഇപ്പോൾ കോമ്പസ് സൂചി വികർഷിച്ചു പോകുന്നു. ഇനി കാന്തത്തിൻ്റെ സൗത്ത് പോൾ കൊണ്ടുവന്ന് നോക്കാം. ഇവിടേക്ക് കാന്തസൂചി ആകർഷിക്കുന്നു. കാന്തങ്ങളുടെ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുമെന്നും സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുമെന്നും കഴിഞ്ഞ വീഡിയോ വഴി നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കോമ്പസ് സൂചിയുടെ ചുവപ്പ് അടയാളപ്പെടുത്തിയ ഭാഗം അതിൻ്റെ നോർത്ത് പോളാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു കോമ്പസ് സൂചിയുടെ നോർത്ത് പോൾ ആണ് വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാവും? ഭൂമിക്ക് കാന്തിക ഗുണമുണ്ട്. ഭൂമി വലിയ ഒരു കാന്തത്തെ പോലെ പ്രവർത്തിക്കുന്നു. ഭൂകാന്തത്തിനും ധ്രുവങ്ങളുണ്ട്. ഭൂകാന്തത്തിൻ്റെ നോർത്ത് പോൾ ഭൂമിയുടെ തെക്കോട്ടും സൗത്ത് പോൾ വടക്കോട്ടുമാണ് ചൂണ്ടി നിൽക്കുന്നത്. സത്യത്തിൽ ഭൂകാന്തവുമായുള്ള ആകർഷണ വികർഷണത്തെ അടിസ്ഥാനമാക്കിയാണ് നാം കാന്തങ്ങളുടെ ധ്രുവങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത്. ഭൂകാന്തത്തിൻ്റെ ആകർഷണത്തിന് വിധേയമായി വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഭാഗത്തിന് ഉത്തര ധ്രുവമെന്നും തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഭാഗത്തിന് ദക്ഷിണ ധ്രുവമെന്നും നാം പേരു നൽകി എന്നു മാത്രം. ഭൂകാന്തത്തിൻ്റെ ആകർഷണമാണ് കോമ്പസ് സൂചിയിലെ ചുവപ്പ് ഭാഗത്തെ വടക്കോട്ട് തിരിച്ചു നിർത്തുന്നത്.